Hey all, good morning and welcome back to PsyQuesta revision. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് BPCC 1 not 2 ആണ്. നിങ്ങളുടെ BAPCH ബാച്ചുലർ ഓഫ് സൈക്കോളജി ഹോണേഴ്സിൽ കുറച്ചൊന്ന് ഇരുത്തി പഠിക്കേണ്ട ഒരു സബ്ജക്ട് BPCC 1 or 2 മാത്രമാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ബയോളജി, ലൈക്ക് ബയോസൈക്കോളജി, ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൈക്കോളജി. സോ ഇതെന്താ ഇരുത്തി പഠിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ബിക്കോസ് ഇത് ഇൻ ദിസ് സബ്ജക്ട് യു ഹാവ് സോ മച്ച് ഓഫ് ടെക്നിക്കൽ ടേംസ്, കുറെ ടെക്നിക്കൽ ടേംസ് വരുന്നുണ്ട്. ബ്രെയിനിന്റെ ഏരിയ കുറെയൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്, 10ാം ക്ലാസ്സിൽ പഠിച്ച ന്യൂറോണിന്റെ പാർട്സ് കാര്യങ്ങളാണ്. കുറച്ചധികമായിട്ട് പഠിക്കാനുള്ളത് ബ്രെയിനിന്റെ പാർട്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഇന്നത്തെ നമ്മളുടെ റിവിഷൻ ക്ലാസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് പാസ്സാവാനുള്ള കാര്യങ്ങൾ ഞാൻ മാക്സിമം ചെയ്തുതരാം. റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ഫസ്റ്റ് ചാപ്റ്ററിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ്. സോ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് അവൈലബിൾ ആക്കി തരാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഏതാണ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ അതനുസരിച്ച് നമുക്ക് നോക്കാം. ഇനി ബയോസൈക്കോളജി പഠിക്കാൻ ഒരു ടിപ്പ് എന്ന രീതിയിൽ പറഞ്ഞുതരാം. ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാം, മാക്സിമം ഫ്ലോ ചാർട്ട് ഉണ്ടാക്കിയിട്ട് ടെക്നിക്കൽ ടേംസ് എഴുതി തന്നെ പഠിക്കാം. ബിക്കോസ് ടെക്നിക്കൽ ടേംസ് എഴുതി പഠിക്കാതെ സ്പെല്ലിങ് പലപ്പോഴും തെറ്റായിട്ട് വരാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സോ ഇന്നൊരു ദിവസം കുത്തിയിരുന്ന് 1, 2, 3 ക്വസ്റ്റ്യൻ മാക്സിമം എടുത്തിട്ട് ഈ പറയുന്ന പോലെ എഴുതിയും ഒക്കെ പഠിച്ച് നോക്കാം. കുറച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് ഞാനായിട്ട് ഉണ്ടാക്കിയിട്ട് തരാം. അപ്പൊ ആദ്യം നമ്മൾ എടുക്കാൻ പോണത് ജൂൺ 2020 തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഡിസ്കസ് ദ ന്യൂറോഫിസിയോളജിക്കൽ അസസ്മെന്റ് ഇൻ ബ്രെയിൻ ബിഹേവിയർ. അസസ്മെന്റ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഫിസിയോളജിക്കൽ അസസ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ആൻഡ് ഫങ്ഷൻ ഓഫ് ലോബ്സ്. ഫ്രണ്ടൽ ലോബ്, പറൈറ്റൽ ലോബ്, ഓസിപിറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ് എന്ന് പറഞ്ഞിട്ട് 4 ലോബ്സ് നമുക്കുണ്ട്. ബ്രെയിനിന് 4 ലോബ്സ് ആണ്, ടെമ്പോറൽ, പറൈറ്റൽ, ഫ്രണ്ടൽ, ഓസിപിറ്റൽ. ഈ 4 ലോബിന്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഡിസ്കസ് ദ മെത്തേഡ്സ് ടു സ്റ്റഡി ബ്രെയിൻ ലാറ്ററലൈസേഷൻ. ബ്രെയിനിന്റെ ലാറ്ററലൈസേഷൻ പഠിക്കാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റൈറ്റ് ദ ഷോർട്ട് നോട്ട്സ് ഓഫ് ദ ഫ്ലോയിങ് ഈച്ച്. ന്യൂറൽ കണ്ടക്ഷനും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുമാണ്. ഇനി ഇല്ലുസ്ട്രേറ്റ് ദ സ്ട്രക്ചർ ഓഫ് എ സിനാപ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. സ്ട്രക്ചർ എഴുതിയ 5 മാർക്കും സിനാപ്സിന്റെ ട്രാൻസ്മിഷൻ എഴുതി കഴിഞ്ഞാൽ 5 മാർക്കുമാണ് കിട്ടുന്നത്. Explain the function of sympathetic and parasympathetic divisions. നമുക്ക് 2 നെർവസ് സിസ്റ്റം ആണുള്ളത്, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ആണുള്ളത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും വരുന്നത്. ഇനി ഡിസ്കസ് ദ സ്ട്രക്ചർ ഓഫ് അഡ്രിനൽ gland. Discuss the major disorders of central nervous system. Central nervous system അതായത് ബ്രെയിനും സ്പൈനൽ കോഡിനും ബാധിച്ചേക്കാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 2023 ജൂൺ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ പറഞ്ഞു തരുന്നത്. 2022 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി. എഗെയിൻ ഇത് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്. ഫസ്റ്റ് ചാപ്റ്റർ വിശദമായിട്ട് ഞാൻ ഫ്രീ ക്ലാസ് എടുത്തിട്ടുണ്ട്. സോ അത് മാത്രം കണ്ടാൽ മതി, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ 10 മാർക്ക് ഞാൻ പറയല്ലോ, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഷുവർ ആക്കി തരാണ്. ബാക്കി ഒരു 8 മാർക്ക് നമുക്ക് ഒപ്പിക്കേണ്ടിയുള്ളൂ. കാരണം 18 പാസ് മാർക്കാണ്, അല്ലെങ്കിൽ ഒരു 10 മാർക്ക് കൂടി കേട്ടോ. ഞാൻ ഫ്രീ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുടെ കാര്യമാട്ടോ പറയുന്നത്. റെഗുലർ ക്ലാസ്സൊക്കെ നമ്മൾ ഇത് മൊത്തം എടുത്ത് ഓരോ പോയിന്റ്സും എടുത്ത് പഠിപ്പിച്ചു കൊടുത്താണ്. സോ അവർക്ക് സ്കോർ ചെയ്യാം. ഞാൻ ഈ ഒരു അവസാന നിമിഷം ഒന്നും പഠിക്കാതിരിക്കുന്നവർക്കുള്ള കാര്യമാട്ടോ പറയുന്നത്. ഒത്തിരി ടഫ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞ മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ദ പാർട്സ് ആൻഡ് ഫങ്ഷൻ ഓഫ് ഫോർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനെ 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഫോർ ബ്രെയിന്, മിഡ് ബ്രെയിന്, ഹൈൻഡ് ബ്രെയിന്. ഫോർ ബ്രെയിനിൽ ടീലെൻസെഫാലോണും ഉണ്ട്, ഡയൻസെഫാലോണും ഉണ്ട്. ഒത്തിരി എഴുതാനുണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യനിൽ. ടീലെൻസെഫാലോൺ അല്ല, സെറിബ്രൽ കോർട്ടെക്സും
ബേസൽ ഗാംഗ്ലിയും ലിംബസ് സിസ്റ്റവും വരുന്നുണ്ട്. പിന്നെ ഡയൻസെഫാലോണും വരുന്നുണ്ട്. പറഞ്ഞുതരാം. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. സൊമാറ്റിക് നെർവസ് സിസ്റ്റവും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പതറ്റിക്കിന്റെ ഡിവിഷനാണ്. അപ്പം പെരിഫറൽ നെർവസ് സിസ്റ്റം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ് എന്ന് മനസ്സിലായി. സെൻട്രൽ ഏതായിരുന്നു? ബ്രെയിൻ സ്പൈനൽ കോഡ്. പക്ഷെ പെരിഫറൽ ഇതൊക്കെ സെക്കൻഡ് ചാപ്റ്റർ ആട്ടോ, വലിയൊരു ചാപ്റ്റർ ആണ് സെക്കൻഡ് ചാപ്റ്റർ. ഒത്തിരി ക്വസ്റ്റ്യൻസ് ആയത് വരാം. ഇനി a neuron and explain its function. സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ എപ്പോഴും പറയുന്ന സമയത്ത് നമ്മളൊന്ന് ഒരു റഫ് പിക്ചർ എങ്കിലും വരച്ചേക്കാം. സ്ട്രക്ചർ ഓഫ് എ ന്യൂറോണിൽ മെയിൻ ആയിട്ടും വരുന്നത് സോമ ആയത് സെൽ ബോഡി, പിന്നെ ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റും, ആക്സോണ്, പിന്നെ ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഫങ്ഷനും നമ്മള് എന്താ പറയാ ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂറോണിന്റെ മെയിൻ ഫങ്ഷൻ. അതുണ്ട് വിശദമായിട്ട്. ഇനി ഡിസ്കസ് ദ സ്ട്രക്ചർ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അവസാനത്തെ ചാപ്റ്റർ ഗ്ലാൻഡിൽ ഏതെങ്കിലും ഒരു ഗ്ലാൻഡ്, ഒന്നെങ്കിൽ അഡ്രിനൽ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ആണ് മെയിൻ ആയിട്ടും ചോദിച്ച് കാണുന്നത്. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫങ്ഷൻസ് ഓഫ് ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. ഈ പിന്നെ എന്താണ് ബ്രെയിനിന്ന് വരുന്ന നെർവ്സിനെ, നേരിട്ട് ബ്രെയിനിലേക്ക് പോകുന്ന നെർവ്സിനെയാണ് ഇവിടെ നിന്നിട്ടുള്ള നെർവ്സ് ക്രേനിയൽ നെർവ്സ് ആണ്. അതായത് നേരിട്ട് അവര് ബ്രെയിനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക മെസ്സേജ്. ബാക്കിയെല്ലാം ഇപ്പൊ കൈക്ക് എന്തെങ്കിലും ഒരു നുള്ളോ പിച്ചോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യം ഇതിലൂടെ ഇമ്പൾസ് സഞ്ചരിച്ച് സ്പൈനൽ കോഡിലെത്തി സ്പൈനൽ നെർവ്സ് വഴിയാണ് ബ്രെയിനിലെത്തുന്നത്. അതാണ് സ്പൈനൽ നെർവ്സ്. ഏറ്റവും കൂടുതൽ സ്പൈനൽ നെർവ്സ് ആണുള്ളത്. നേരിട്ട് ബ്രെയിനിലേക്ക് എത്തുന്ന നെർവാണ് ക്രേനിയൽ നെർവ്സ്. ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ന്യൂറൽ കണ്ടക്ഷനും സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. ഓക്കെ ആണോ? Again, ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഓഫ് കോഗ്നിറ്റീവ് ഫങ്ഷൻ. ഓക്കെ. ഇനി വാട്ട് ഇസ് ന്യൂറോൺ? ന്യൂറോൺ എന്താണെന്ന് 3 മാർക്കിനാണ്. ഡിസ്കസ് ദ പ്രോസസ് ഓഫ് ന്യൂറൽ കണ്ടക്ഷൻ. ഓക്കെ. ഇനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. നമുക്ക് ഡയഗ്രാം ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ഡയഗ്രാം ആണ്. ഒന്ന് ന്യൂറോണിന്റെ ഡയഗ്രാം ചോദിക്കാറുണ്ട്, അതുപോലെ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളതാണ് സ്പൈനൽ കോഡിന്റെ ഡയഗ്രാം. കേട്ടോ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചറും ഫങ്ഷനും ചോദിക്കാറുണ്ട്. ഇനി എക്സ്പ്ലെയിൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഓഫ് ബ്രെയിൻ. ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ്. കണ്ടോ, ഗ്ലാൻഡിന്റെ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ ഗ്ലാൻഡ് ആണ് ചോദിക്കുക. അപ്പൊ ഏത് ഗ്ലാൻഡ് ചോദിക്കും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി എക്സ്പ്ലെയിൻ ദ ഫങ്ഷനിങ് ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഓട്ടോണോമിക് മാത്രമായിട്ട്, അല്ലെങ്കിൽ സിമ്പതറ്റിക്, പാരാസിമ്പതറ്റിക്, അല്ലെങ്കിൽ പിന്നെ സൊമാറ്റിക്, ഓട്ടോണോമിക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് ഡിവിഷൻസ് ഓഫ് ബയോസൈക്കോളജി. നേച്ചർ എഴുതിയാൽ 3 മാർക്ക്, ഡിവിഷൻസ് എഴുതിയാൽ 7 മാർക്ക്. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. വിശദമായിട്ട് സൈക്കോളജിയുടെ വീഡിയോയിൽ. ഇനി എക്സ്പ്ലെയിൻ ദ സെറിബ്രൽ ലാറ്ററലൈസേഷൻ ഓഫ് ഫങ്ഷൻസ്. ഓക്കെ ആണോ? ഇനി ഡിസംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അഗെയിൻ നോക്കിക്കേ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി. പറഞ്ഞ 10 മാർക്ക് ഷുവർ ആണ്. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് വരും. ഇനി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് എ ന്യൂറോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സൂട്ടബിൾ ഇല്ലസ്ട്രേഷൻ. പിക്ചറിന്റെ ഹെൽപ്പോടെ ന്യൂറോണിന്റെ സ്ട്രക്ചറും ഫങ്ഷനും പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിക്ചർ വരച്ചാൽ 3 മാർക്കാണ് കേട്ടോ കിട്ടാൻ പോകുന്നത്. സോ ഞാൻ എന്റെ ഡിഗ്രി പഠനകാലത്ത് ഞാൻ അതിന്റെ പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ പിക്ചർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെൻഡ് ചെയ്ത് തരാൻ. വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും കാണാൻ കുറച്ച് മൊഞ്ചുണ്ട്. ഞാൻ വേണമെങ്കിൽ എന്റെ ഡിഗ്രിയുടെ പേപ്പറിലുണ്ട്, അത് ഞാൻ അയച്ചുതരാം. അതിൽ സ്ട്രക്ചർ ഒക്കെ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ എഴുതിയെന്നൊക്കെ അയച്ചുതരാം കേട്ടോ. ഇനി ഡിസ്കസ് വേരിയസ് ലോബ്സ് ഓഫ് സെൻട്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിന്റെ വേരിയസ് ലോബ്സ്, 4 ലോബുകൾ കേട്ടോ. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് അബൌട്ട് 150 വേർഡ്സ് ഈച്ച്. സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡി എന്താണ്? സ്റ്റഡി ബ്രെയിൻ ലാറ്ററലൈസേഷൻ. കണ്ടോ, ബ്രെയിൻ ലാറ്ററലൈസേഷനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി വാട്ട് ഇസ് ഹോർമോൺ? ഡിസ്കസ് ദ ഫങ്ഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അഗെയിൻ റിപ്പീറ്റഡ് ആണ്. ഏതെങ്കിലും ഒരു ഗ്ലാൻഡ് എന്തായാലും ചോദിക്കുന്നുണ്ട്, ഏത് ഗ്ലാൻഡ് ആണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി റിപ്പീറ്റഡ് വന്നു. എക്സ്പ്ലെയിൻ ദ ഡിസോർഡേഴ്സ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ബ്രെയിനും
സ്പൈനൽ കോഡിലും വന്നേക്കാവുന്ന രോഗം. ഇനി elucidate ablation and histological method to study the brain. Ablation histological methodum നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളതാണ്. അതും വിശദമായിട്ട് നമ്മളിൽ ഉണ്ട്. ഇനി explain the structure of a synapse with the help of a diagram. Describe the various steps in synaptic transmission. സിനാപ്സും സിനാപ്റ്റിക് ട്രാൻസ്മിഷനും നല്ലോണം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയാണ് illustrate the structure of a spinal cord and explain its function. മക്കളെ കുറെ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോട്ടെ എന്നുള്ളത്. ലിങ്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോ, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. കാരണം കസാറുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറയുന്നത് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ illustrate the structure of a spinal cord and explain its function. Again, spinal cord repeated ആയിട്ട് വന്നിട്ടുണ്ട്. Discuss the type and function of cranial nerves. Cranial nerves വന്നിട്ടുണ്ട്. Bring out the difference between left and right hemisphere. Left and right hemisphere തമ്മിലുള്ള ഡിഫറൻസ്. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. ന്യൂറോ ഇമേജിംഗ് ടെക്നിക്കും ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ആണ് ചോദിച്ചിട്ട് ഉള്ളത്. ഇനി ഡിഫൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് എക്സ്പ്ലെയിൻ മേജർ ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് ദിയർ ഫങ്ഷൻസ്. ഇനി ഡിസ്കസ് ദ ഫങ്ഷൻ ഓഫ് തൈറോയിഡ്. കണ്ടോ, ഗ്ലാൻഡ് ഏതെങ്കിലൊക്കെ ഗ്ലാൻഡ് ചോദിക്കുന്നത്, പിറ്റ്യൂട്ടറിയും അതും ഇതും അല്ല, ഏതെങ്കിലും ഒത്തിരി ഗ്ലാൻഡിന്റെ ഏതെങ്കിലും ഒരെണ്ണം 10 മാർക്കിനടുത്താണ് ചോദിക്കുന്നത്. ഇനി ഡിസ്കസ് ദ മേജർ അല്ല explain the effect of split brains in human. ഹ്യൂമൻസിലുള്ള സ്പ്ലിറ്റ് ബ്രെയിൻ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞു തരാട്ടോ എന്താ സ്പ്ലിറ്റ് ബ്രെയിൻ. ഡിസ്കസ് ദ മേജർ ഡിവിഷൻസ് ഓഫ് ബയോസൈക്കോളജി. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമ്മുടെ ബയോസൈക്കോളജി ആട്ടോ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ നല്ല വിശദമായിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ലിങ്ക് അയച്ചുതരാം. അതിൽ നേച്ചറും സ്കോപ്പും നന്നായിട്ട് പറയുന്നുണ്ട്. ഡിവിഷൻസ് നന്നായിട്ട് വളരെ നന്നായിട്ട് ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെത്തേഡ്സ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും മെത്തേഡൊക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ബയോസൈക്കോളജി എന്നുള്ള ഇൻട്രഡക്ഷൻ എന്തായാലും നിങ്ങൾ കൊടുക്കുക. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്താണ് ബയോസൈക്കോളജി? എന്താണ് ബയോസൈക്കോളജി? ദ ബയോളജിക്കൽ അപ്രോച്ച് ടു സ്റ്റഡി ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ ഇസ് നോൺ ആസ് ബയോസൈക്കോളജി. അതായത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബിഹേവിയർ ഫിസിക്കൽ, അതായത് ബയോളജിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന വിഭാഗമാണ് ബയോസൈക്കോളജി. ഒരു മനുഷ്യൻ എന്തുകൊണ്ട് എങ്ങനെ കാണിക്കുന്നു ബിഹേവിയർ ആയിട്ട്, ഒരു മനുഷ്യനിലേക്ക് ആനിമൽ കാണിക്കുന്ന ബിഹേവിയറിന്റെ ശാരീരികപരമായിട്ടുള്ള അപ്രോച്ച് പഠിക്കുന്ന വിഭാഗമാണ് ബയോസൈക്കോളജി. The biopsychologists try to investigate scientifically how biological processes interact with cognition, emotion and other psychological processes. അതായത് ചിന്ത, ഇമോഷൻ, ഇതിന്റെയൊക്കെ ശാരീരിക വശം എന്താണെന്ന് പഠിക്കുന്നവരാണ്. അതായത് ഒരാൾ എന്തുകൊണ്ട് കരയുന്നു, ഒരാൾ എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു, ഇതിന്റെയൊക്കെ ഹോർമോൺ ലെവലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെൻട്രൽ nervous system പ്രശ്നമാണോ എന്നൊക്കെ പഠിക്കുന്ന വിഭാഗമാണ് ബയോസൈക്കോളജി. ഇത് പഠിക്കുന്നവരെ വിളിക്കുന്ന പേരെന്താണ്? ബയോസൈക്കോളജിസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ നേച്ചറും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആട്ടോ. കണ്ടോ, മെത്തേഡ്സ് സ്റ്റഡി സൈക്കോളജിക്കൽ അബ്ലേഷൻ മെത്തേഡ് ഒക്കെ 5 മാർക്കിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഹിസ്റ്റോളജിക്കൽ മെത്തേഡ് ഒക്കെ 10 മാർക്കിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സൈക്കോ ഫിസിയോളജിക്കൽ റെക്കോർഡിംഗ് മെത്തേഡ് ഫസ്റ്റ് ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടന്റ്. എനിക്കൊന്ന് 4 or 5 ക്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ലിങ്ക് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒത്തിരി ഗ്രൂപ്പിൽ ഞാൻ ഈ ഫ്രീ ക്ലാസ്സിന് ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വരുന്നുണ്ട്. അത്രയും വിശദമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ആ ക്ലാസ്സസ് ഇരുന്ന് കണ്ടോ കേട്ടോ. ഇനി രണ്ടാമത്തെ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു കടലാണ്. നമ്മളിപ്പം പുതിയ കുട്ടികൾക്ക് കഴിഞ്ഞ ജൂൺ ബാച്ച് അടുത്ത ജൂണിൽ എക്സാം എഴുതുന്നവർക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പതുക്കെ എടുക്കുന്നത്. കാരണം അത്രയും ടെക്നിക്കൽ ടേംസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പം അതിൽ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് ന്യൂറോണിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനാണ്. സ്ട്രക്ചർ ഞാൻ വരച്ച പിന്നെ ഫോട്ടോ നിങ്ങൾക്ക്
അയച്ചുതരാം കേട്ടോ. ഞാൻ എന്റെ ഡിഗ്രി സമയത്താണ്, ഇപ്പോഴൊന്നല്ല, എനിക്ക് തോന്നുന്നു 2017 എങ്ങാനും ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വരച്ചിട്ടുള്ള, അതിൽ കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ന്യൂറോൺ എന്താണ് എന്നുള്ളത് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു നെർവ് സെല്ലിന് പറയുന്ന പേരാണ്. അതായത് ഒരു നെർവ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറോണിന്റെ പാർട്സ് എന്ന് പറയുന്നത് സെൽ ബോഡി, ഇതാണ് സെൽ ബോഡി, ഇതാണ് കേട്ടോ സെൽ ബോഡി എന്ന് പറയുന്നത്. സോമ എന്നും വിളിക്കും. സെൽ ബോഡി ഉണ്ട്, പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഈ സെൽ ബോഡി മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. പിന്നെ ഈ ഒരു വാലുകളില്ലേ, അതിനെയാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വലിയ വാലിനെയാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഓരോ മെസ്സേജും ഈ ഡെൻഡ്രൈറ്റിലൂടെ സോമയിലെത്തും, സോമയിലൂടെ ആക്സോണിലെത്തും, ആക്സോണിലൂടെ പോയിട്ട് സിനാപ്റ്റിക് നോബിലെത്തും. ആ നോബിന്ന് സിനാപ്സ് ചെയ്തിട്ടാണ് അടുത്ത ന്യൂറോണിലേക്ക്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കൈപ്പിൽ കുത്തിയാല് ആ മെസ്സേജ് കുത്തുന്നവരെ എന്താണ്, ഇലക്ട്രിക്കലാണ്. പിന്നെ കെമിക്കൽ മെസ്സേജ് ആയിട്ട്, അതായത് പിന്നെ ഇങ്ങനെ ന്യൂറോൺസ് ഇങ്ങനെ കൊണ്ടുപോവാ ചെയ്യാം ബ്രെയിനിലേക്ക്. അപ്പൊ ബ്രെയിൻ പറയും അതാ കൈക്ക് കുത്തിട്ടിട്ടുണ്ട്, കൈ വലിച്ചേക്ക്. ആ മെസ്സേജ് ഇങ്ങനെ തിരിച്ചിങ്ങനെ വരും, കൈ ഞാന് വലിക്കും. ആക്ഷൻസ് ഒക്കെ എന്നോട് ഇത് സംഭവിക്കും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇത് പോകുന്നത്? ഒരു ഡെൻഡ്രൈറ്റിന്ന് സോമയിലെത്തി ആക്സോൺ വഴി ഇവിടെ സിനാപ്റ്റിക് നോബിലെത്തും. സിനാപ്റ്റിക് രണ്ട് ന്യൂറോൺസ് തമ്മിൽ വിടവുണ്ട്. അപ്പം സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന കെമിക്കൽ പുറപ്പെടുവിക്കും. ആ കെമിക്കലാണ് മെസ്സേജിനെ അടുത്ത ന്യൂറോണിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ 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 പോയിട്ട് ബ്രെയിനിലേക്ക് എത്തും. ബ്രെയിനിൽ തിരിച്ചു മെസ്സേജ് അങ്ങനെ തന്നെ തിരിച്ചു വന്ന് എന്താണ് അതത് ഗ്ലാൻഡിൽ എത്തും. ഇപ്പൊ ന്യൂറോണിന്റെ പാർട്സ് ഏതൊക്കെയാണ്? സെൽ ബോഡി ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിന്, ഡെൻഡ്രൈറ്റ്, ആക്സോൺ. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്നും കൂടി എഴുതി വെക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി ഫങ്ഷൻസ് ഓഫ് ന്യൂറോണും ചോദിച്ചു കേട്ടോ. ഇനി സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ സിനാപ്സ് എന്താണെന്ന് പറഞ്ഞത്, സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഒത്തിരി ഉണ്ട്. എന്നാലും സിനാപ്സ് എന്താണ്, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ സിനാപ്സ് എങ്കിലും എഴുതി വെച്ചാൽ 2-3 മാർക്ക് കിട്ടും. സിനാപ്സ് എന്താണ് എന്ന് പറഞ്ഞുതരാം. ദ ഇൻഫർമേഷൻ പാസസ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ത്രൂ സിനാപ്സ്. കണ്ടോ, ഒരു ന്യൂറോണിന് ഇൻഫർമേഷൻ അടുത്ത ന്യൂറോണിലേക്ക് എത്തുന്നത് സിനാപ്സ് വഴിയാണ്. ദ ആക്ഷൻ പൊട്ടൻഷ്യൽ റീച്ചസ് ദി എൻഡ് ഓഫ് ദി ആക്സോൺ. ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്സോണിന്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് റീച്ചസ് ദ ടെർമിനൽ ബട്ടൺ. ഒരു ടെർമിനൽ ബട്ടൺ ഉണ്ടാവും. ഈ ആക്സോണിന്റെ എൻഡില് ഒരു ടെർമിനൽ ബട്ടൺ ഉണ്ടാവും. ഈ ബട്ടണിൽ എത്തിക്കഴിഞ്ഞാൽ ദ പോയിന്റ് വേർ ദ ടെർമിനൽ ബട്ടൺ ഫ്രം വൺ ന്യൂറോൺ contact with the dendrite of another neuron is known as synapse. ഇത് ഇവിടുന്ന് അടുത്ത ഡെൻഡ്രൈറ്റുമായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യുന്നതിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. കാരണം ഇവർ തമ്മിൽ ചേർന്നിട്ടാണ് എങ്ങനെ പാസ് ചെയ്ത് പോകും. ഇവർ തമ്മിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ വരെ എത്തുമ്പോൾ ഇവിടുന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ പുറപ്പെടുവിക്കും. ഇൻഫർമേഷൻ passes at these junction formed with the next neuron. കണ്ടോ, ഈ ജംഗ്ഷനിൽ ഇൻഫർമേഷൻ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. സിനാപ്സ് occur at 3 places on the next neuron. 3 രീതിയിലാണ് സിനാപ്സ് ചെയ്യുക. മെയിൻലി ഓൺ ഡെൻഡ്രൈറ്റ്സ്. ഒന്ന് ഡെൻഡ്രൈറ്റ്സിൽ, അല്ലെങ്കിൽ സോമ നേരിട്ടിട്ട് സെൽ ബോഡിയിലേക്ക്, അല്ലെങ്കിൽ ആക്സോൺ. Thus synapses are known as axodendrite. അതായത് ആക്സോണിന് മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ആക്സോഡെൻഡ്രിറ്റിക് സിനാപ്സ് എന്നാണ് പറയുന്നത്. ഇനി ആക്സോണിന് നേരിട്ട് സെൽ ബോഡിയിലേക്കാണ് സിനാപ്സ് പോകുന്നതെങ്കിൽ ആക്സോസൊമാറ്റിക് സിനാപ്സ് എന്നാണ് പറയാം. ഇനി ആക്സോണിന് മറ്റൊരു ന്യൂറോണിന്റെ ആക്സോണിലേക്ക് 3 രീതിയിൽ പോവാം. ഇവിടെ വരെ എത്തിയ ആക്സോണിൽ എത്തിയ ടെർമിനൽ ബട്ടണിൽ എത്തിയ മെസ്സേജ് 3 രീതിയിലാണ് അടുത്ത ന്യൂറോണിലേക്ക് പോകുന്നത്. ഒന്ന് ആക്സോണിന് ഡെൻഡ്രൈറ്റിലേക്ക്, അതാണ് കോമൺ ആയിട്ട് സംഭവിക്കുക. അതാണ് ആക്സോ ഡെൻഡ്രോണിക് സിനാപ്സ്. അല്ലെങ്കിൽ സോമയിലേക്ക് പോവാം, അതാണ് ആക്സോ സൊമാറ്റിക് സിനാപ്സ്. അല്ലെങ്കിൽ നേരെ ആക്സോണിലേക്ക് പോവാം, അതാണ് ആക്സോണിക് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഇൻഫർമേഷൻ ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നതിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു ആക്സോണിന്റെ എൻഡിലെത്തുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ ടെർമിനൽ ബട്ടണിൽ പോകും. അത് അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്ത് ജംഗ്ഷൻ വഴി പാസ് ചെയ്ത് പോകുന്നതിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. 3 രീതിയിൽ സിനാപ്സ് സംഭവിക്കാം. ഒന്നൊരു ആക്സോണിന് ഡെൻഡ്രൈറ്റിലേക്ക് പോവാം, ആക്സോണിന് നേരിട്ട് സോമയിലേക്ക് പോവാം, ആക്സോണിന് നേരിട്ട് ആക്സോണിലേക്ക് തന്നെ പോവാം. അതുപോലെ 2 കൈൻഡ് ഓഫ് സിനാപ്സ് ഉണ്ട്. ഇലക്ട്രോണിക് സിനാപ്സും കെമിക്കൽ സിനാപ്സും. ഇലക്ട്രോണിക് സിനാപ്സ് റെയർ ആണ്.
നേരെ മറിച്ച് കെമിക്കൽ സിനാപ്സ് ആണ് എപ്പോഴും സംഭവിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ പുറപ്പെടുവിക്കും. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ എത്തിയ മെസ്സേജിനെ അടുത്ത ന്യൂറോണിലേക്ക് കൊണ്ടുപോകും. ഇതാണ് കെമിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സിനാപ്സ് ചോദിക്കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു 3-4 മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഒത്തിരി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണ് മാം. യെസ് മാം. ഇനി സ്ട്രക്ചർ ഓഫ് എ സിനാപ്സ് ഉണ്ട്. സിനാപ്സിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിനാപ്റ്റിക് നോബ് ഉണ്ട്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട്, സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദി പോസ്റ്റ് സിനാപ്സ് ഉണ്ട് കേട്ടോ. ഇത്രയുമാണ് സ്ട്രക്ചറിൽ കേട്ടോ. ഇതാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഇതിന്റെയും പിക്ചർ ഐ ഗസ് എന്റെ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം കേട്ടോ. സിനാപ്സിന്റെ പിക്ചർ എന്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കണ്ടോ. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താന്ന് പറഞ്ഞുതരാം. ഫുള്ളായിട്ട് എടുക്കാനുള്ള നേരം ഇല്ല. കാരണം എന്താണെന്നറിയോ, ബയോസൈക്കോളജി ഒരു ടോപ്പിക്കിനും ഒത്തിരി വട്ടം ഞാൻ പറഞ്ഞേ, ഞാൻ ഒരു പേജ് 1/2 പേജൊക്കെ, കാരണം സാധാരണ ഞാൻ സൈക്കോളജി 5-6 പേജൊക്കെ എടുത്തു കൊടുക്കും ഒരു ദിവസം, സ്മൂത്തായിട്ട് മനസ്സിലാവും. പക്ഷെ ബയോസൈക്കോളജി എന്ന് പറയുന്നത് ടെക്നിക്കൽ ടേംസ് ഉണ്ടായതിനെ കൊണ്ട് ഒത്തിരി ടൈം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. Neurotransmitter is a chemical found in synaptic vesicles and when released has an effect on rest cells. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. ഈ സിനാപ്റ്റിക് വെസിക്കിൾ, സിനാപ്സിന്റെ ആ ആക്സോൺ അറ്റത്തുള്ള സിനാപ്റ്റിക് വെസിക്കിളിൽ കാണപ്പെടുന്ന, കാണിച്ചുതരാം. ഈ സിനാപ്റ്റിക് വെസിക്കിൾ ഇവിടെ ഉണ്ടാവും. സിനാപ്റ്റിക് വെസിക്കിൾ, ഇതാണ് സിനാപ്റ്റിക് വെസിക്കിൾ. ഈ സിനാപ്റ്റിക് വെസിക്കിളില് കണ്ടോ, ഇതാണ് സിനാപ്റ്റിക്. ഈ സിനാപ്റ്റിക് വെസിക്കിൾ അതായത് ഒരു ആക്സോണൈറ്റ് നോബാണിത്. ഞാൻ വരച്ച് കാണിച്ചു കണ്ടോ. ഇതാ ഇവിടെ കണ്ടോ, ഈ അത്രയും ചെറുതാ. ഇവിടെ കാണുന്ന ഈ സാധനമാണിത്. അത്രയും ചെറിയൊരു സാധനമാണത്. ഇതിന്റെ അകത്ത്, സിനാപ്റ്റിക് വെസിക്കിളിന്റെ അകത്ത് കാണപ്പെടുന്ന എന്താണ്? കാണപ്പെടുന്ന കെമിക്കലാണ് എന്ത്? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അതെങ്ങാനും സെക്രീറ്റ് ചെയ്യപ്പെട്ടാൽ അടുത്ത സെല്ലിൽ ഒരു എഫക്റ്റ് ഉണ്ടാവും. നിങ്ങൾ എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിനൊരു സൃഷ്ടി. ഈ കുഞ്ഞു സാധനത്തിനുള്ളില് കുഞ്ഞി കെമിക്കലാണ് നമ്മൾ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഇതിന്റെ വ്യതിയാനം മുതൽ ചിത്തഭ്രമോ ഡിപ്രഷൻ പോലും വരാം ഈ കുഞ്ഞറയിലുള്ള കുഞ്ഞു കെമിക്കല്. Okay, neurotransmitter is a chemical found in synaptic vesicle and when release ചെയ്യപ്പെട്ടാൽ it has an effect on next cell. As the name suggests, it is inside a neuron and a transmitter message. കണ്ടോ, ന്യൂറോണിന്റെ ഉള്ളിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുക. 2 ന്യൂറോൺ തമ്മിലുള്ള നമ്മൾ ഈ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ന്യൂറോണിലേക്ക് പോകുന്നത് ഈ കെമിക്കല് വഴിയാണ്. When neurons fire, neurotransmitters are released from the terminal button. ന്യൂറോൺസ് ഫയർ ആയാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ആവും. More than 100 neurotransmitter substances have been identified. കണ്ടുപിടിച്ചത് 100-ലധികം ഉണ്ട്, കണ്ടുപിടിക്കാത്ത എത്രയോ ഉണ്ട്. Neurotransmitter produce either excitation or inhibition. ഒന്നെങ്കിൽ 2 രീതിയാണ്. ഒന്നെങ്കിൽ എന്താക്കും, ആ പിന്നെ ഇമ്പൾസിനെ ഇൻഹിബിറ്റ് ചെയ്യും, വലിച്ചെടുക്കും, അല്ലെങ്കിൽ അടുത്തയിലേക്ക് കൊടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആണ്, ഒരു ചെറിയ സാധനമൊക്കെ നമ്മുടെ കയ്യിൽ വന്നിരുന്നാൽ നമ്മൾ അറിയുന്നില്ല. ബിക്കോസ് ഇവിടെ വന്നിട്ടുണ്ടാവും, പക്ഷെ അതിനെ വലിച്ചെടുത്തിട്ടുണ്ടാവും ന്യൂറോൺസ്. അറിയിക്കാത്തതിന് എല്ലാം നമ്മൾ അങ്ങനെ ബ്രെയിനിലേക്ക് കയറ്റിയിട്ട് റെസ്പോൺസ് ഒന്ന് കൊടുക്കണം. നേരെ പക്ഷെ ഒരു കൊതുക് വന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് കൊതുക് വന്ന് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ അറിയില്ല, അത് കുത്തിയാലാണ് നമ്മൾ അറിയാം. ഇരിക്കുമ്പോൾ എന്താണ്, ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്. എക്സിറ്റേഷൻ എന്താണ്, അടുത്തേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. ന്യൂറോ ട്രാൻസ്മിറ്റർ 2 ഫംഗ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യാം. ഫ്യൂ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് എക്സിറ്റേഷൻ അണ്ടർ വൺ സിറ്റുവേഷൻ ആൻഡ് ഇൻഹിബിറ്റേഷൻ ഇൻ അതർ സിറ്റുവേഷൻ. ചില ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് ഒരു 2 ഫംഗ്ഷൻ ചെയ്യും, എക്സിബിറ്റ് ചെയ്യും, ചിലപ്പോൾ അത് ഇൻഹിബിറ്റ് ചെയ്യും. ശരിക്കും അങ്ങനെയാണ്, എക്സിബിറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്, ഇൻഹിബിറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. കേസില് ചില ന്യൂറോൺ 2 ജോലിയും ചെയ്യുന്നുണ്ട്. ഇനി ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന 3 ക്ലാസ്സാണ്. സ്മോൾ മോളിക്യൂൾ ന്യൂറോ ട്രാൻസ്മിറ്റർ, ലാർജ് മോളിക്യൂൾ ന്യൂറോ ട്രാൻസ്മിറ്റർ, എക്സിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ, ഇൻഹിബിറ്ററി
ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാൽ സിനാപ്റ്റിക് വെസിക്കിളിൽ കാണപ്പെടുന്ന എന്താണ് കെമിക്കലാണ്. ഇത് റിലീസ് ചെയ്യപ്പെട്ടാൽ അടുത്ത സെല്ലിന് തീർച്ചയായിട്ടും എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ ന്യൂറോണിന്റെ ഉള്ളിലാണ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂറോൺ ഫയർ ചെയ്യുമ്പോൾ ഇത് ടെർമിനൽ ബട്ടണിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടും. ഒന്നെങ്കിൽ ഇൻഹിബിറ്റേഷൻ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ എക്സിബിറ്റേഷൻ ആണ്. ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് രണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. എല്ലാരും ഒന്ന് പറഞ്ഞു ഓക്കെ ആണോന്ന്. ഓക്കെ ആണ് മാം. യെസ് മാം. ഇനിയാണ് മൂന്നാമത്തെ ചാപ്റ്റർ, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും ആണ് വരുന്നത്. പെരിഫറൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ രണ്ട് നെർവസ് സിസ്റ്റം ആണ് നമുക്കുള്ളത്. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് മനസ്സിൽ വെക്കാം കേട്ടോ. നമുക്ക് രണ്ട് നെർവസ് സിസ്റ്റം ആണ്, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ. സെൻട്രലില് ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ട്. ഇനി പെരിഫറലില് ഓട്ടോണോമിക്കും സൊമാറ്റിക്കും വരുന്നുണ്ട്. ഈ ഓട്ടോണോമിക്കിലാണ് എന്ത്, സിമ്പതറ്റിക് ഡിവിഷനും പാരാസിമ്പതറ്റിക്. അതായത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓട്ടോണോമിക്, പേര് പറയുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന, നമ്മൾ അങ്ങോട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന സാധനം. ഗ്ലാൻസ് ഒക്കെ ആയിട്ട് പറയും. ഇപ്പൊ ഒരു പേപ്പട്ടി നമ്മൾ മുന്നിലേക്ക് കുതിച്ച് ചാടുകയാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, പിന്നെ എന്താണ്, സ്വെറ്റ് ചെയ്യും, തൊണ്ട വരളും, കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. അതൊക്കെ ചെയ്യുന്നത് സിമ്പതറ്റിക് ഡിവിഷനാണ്. അപ്പൊ എനർജി തോനെ വേണം, ഡൈജഷനൊക്കെ അവിടെ നിർത്തി വെക്കും, കാരണം എനർജി തോനെ വേണം. അങ്ങനെ സിമ്പതറ്റിക് ആണ് നമ്മൾ ഉണർത്തുക, അതാണ് എറൗസിങ്. അങ്ങനെ നമ്മള് കല്ലൊക്കെ എടുത്തെറിഞ്ഞു, പട്ടി പോയി, അപ്പൊ സമാധാനിച്ചു. അപ്പൊ ഈ കൂടിയ എന്താണ് ഹാർട്ട് ബീറ്റും തൊണ്ട വരൾച്ചയൊക്കെ കുറയ്ക്കണം. ആ കുറയ്ക്കുന്ന പരിപാടി എടുക്കുന്ന ആളാണ് ആര്, പാരാസിമ്പതറ്റിക് ഡിവിഷൻ. കാമിങ്, കാമാക്കും. അപ്പൊ നോക്കിയേ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് എന്താ പണി, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ഉണർത്തുക, അല്ലെങ്കിൽ ഓട്ടോണോമിക് ആയിട്ട്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നാട്ടോ, ഓട്ടോമാറ്റിക്, വിത്തൗട്ട് അവർ അവയർനെസ്. നമ്മൾ അറിയാതെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യങ്ങൾ? ഒന്ന് സിമ്പതറ്റിക് ആണ്, അറൗസിങ്, അതായത് ഒരു എമർജൻസിയിൽ നമ്മൾ ഉണരുക. ഇനി എമർജൻസി തീർന്നു കഴിഞ്ഞാൽ കാമിങ്, അതാണ് പാരാസിമ്പതറ്റിക് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ ഡിവിഷനാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തില് അഫറന്റ് നെർവസ് സിസ്റ്റം ഉണ്ട്. സെൻസറി ഇൻപുട്ട്, നമ്മൾ കാണുന്ന സാധനം കൊണ്ടുപോകുന്നത് അഫറന്റുകാരാ. മനസ്സിലാക്കണേ, കൊണ്ടുപോകുന്നത് അഫറന്റുകാരാ. ഇതാ അഫ മാം എന്തോ പറയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. കാണുന്നത് കൊണ്ടുപോകുന്നതും കേൾക്കുന്നത് കൊണ്ടുപോകുന്നതും ആരാണ്? അഫറന്റ് ആണ്. തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇഫറന്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ എന്റെ കയ്യിൽ ഇപ്പൊ എന്റെ വെച്ചു കുത്തി, കുത്തുമ്പോ കുത്തി എന്നുള്ള മെസ്സേജ് കൊണ്ടുപോകുന്നത് അഫറന്റ് ആണ്. കൈ വലിച്ചാളും തിരിച്ചുള്ള മെസ്സേജ് കൊണ്ടുവരുന്നത് ഇഫറന്റ് ആണ്. ഇതാണ് സൊമാറ്റിക്. അപ്പൊ നെർവസ് സിസ്റ്റം രണ്ടാണ്, സെൻട്രൽ, പെരിഫറൽ. സെൻട്രൽ ആരൊക്കെ ഉള്ളത്? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറലോ ഓട്ടോണോമിക്കും സൊമാറ്റിക്കും. ഓട്ടോണോമിക്കിൽ ആരൊക്കെ ഉള്ളത്? സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. സൊമാറ്റിക്കിലോ സെൻസറിയും മോട്ടോർ, അല്ലെങ്കിൽ അഫറന്റ് നെർവസ് സിസ്റ്റം, ഇഫറന്റ് നെർവസ് സിസ്റ്റം. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ മാം. സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, നന്നായിട്ട് പഠിച്ചോളോണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സ്പൈനൽ കോഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, അതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സ്പൈനൽ കോഡും വരക്കേണ്ടി വരുമോ? ആ, സ്പൈനൽ കോഡ് വരയ്ക്കാൻ വന്നിട്ടുണ്ട് ഈ ഒരു പിക്ചർ, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റില് ഒരു മിനിറ്റ്, നോക്കിക്കേ. How to draw structure of spinal cord. വീഡിയോസ് ഉണ്ടാവും, പിക്ചർ ഉണ്ടാവും. ഇതൊക്കെ പിക്ചർ. അയ്യോ, ഇതൊക്കെ ആർട്ടിസ്റ്റുകളെ പിക്ചർ. ഒത്തിരി സമയം എടുത്ത് ആർട്ടിസ്റ്റിക്കലി ഒന്ന് വരയ്ക്കല്ലേ. സിമ്പിൾ ആയിട്ട് വരയ്ക്കുന്ന ആരും ഇല്ലേ ഇവിടെ? ഫുള്ളും ഇങ്ങനെയൊക്കെ വരച്ചു വെച്ചാൽ മതി.
ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മതി, ഉണ്ടാവും കേട്ടോ. നോക്കിക്കേ, സ്ട്രക്ചർ ഷേപ്പ് ഓഫ് ദി സ്പൈനൽ കോഡ് ഇസ് ഓവൽ ആണ്, ഒരു സിലിണ്ടർ പോലെയാണ്, ലൈക്ക് എ സിലിണ്ടർ. 45 സെന്റിമീറ്റർ ആണ് ലെങ്ത്. ഇറ്റ് ഇസ് പ്ലേസ്ഡ് വിത്തിൻ എ സ്പൈനൽ കോളം. നമ്മുടെ നട്ടലിന്റെ സ്പൈനൽ കോളം അല്ലേ, ആ സ്പൈനൽ കോളത്തിന്റെ അകത്താണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ വെരി ഡെലിക്കേറ്റ് സ്ട്രക്ചർ. എന്തെങ്കിലും തട്ടിമുട്ടി കഴിഞ്ഞാൽ ഞാൻ കിടന്നു പോവാം അങ്ങോട്ട് കേട്ടോ. വെരി ഡെലിക്കേറ്റ് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ക്രേനിയൽ ബോൺസ് ആൻഡ് വെർട്ടിബ്രേ ദാറ്റ് സറൗണ്ടഡ്. ക്രേനിയൽ ബോൺസ്, നമ്മുടെ സ്പൈനൽ ബോൺസും നട്ടലും ഇവിടെയുള്ള ഭാഗം ക്രേനിയൽ ബോൺസ് ആണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇവിടെയുള്ള ഭാഗമല്ലേ, ഇങ്ങോട്ട് കയറിപ്പോണ ഭാഗം ക്രേനിയൽ ബോൺസ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നട്ടെല്ല് കൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, വെർട്ടിബ്രേ ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. There is a pair of spinal nerves attached to spinal cord. 31 different level of spines. 31 different ലെവലിലായിട്ട് ഓരോ പെയറുകളായിട്ടാണ്. 31 പെയറുകൾ ഡിഫറെന്റ് ലെവലിലായിട്ട് 31 പെയറുകൾ ഉണ്ട്. The pair of nerves attached in one way to the left and other to right. കേട്ടോ, ഒന്ന് ലെഫ്റ്റിലേക്കും അടുത്ത റൈറ്റിലേക്കും ആയിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കാണ്. ഇറ്റ് ഈസ് ഓൾസോ സ്ലൈറ്റ്ലി ട്രേപ്പഡ് ഇൻ ദ ലോർ. ലോറിലേക്ക് ഒരു ട്രേപ്പഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. There are 2 places where it bulges. ഈ ബൾജ് ചെയ്യുന്ന 2 സ്ഥലങ്ങളുണ്ട്. At the cervical region. Cervical region നമ്മുടെ സെർവിക്കിലേക്ക് വരുന്ന റീജിയനിലും ബൾജ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് cervical region ബൾജ് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയാണ്? And other at the lumbar region. ലംബാർ റീജിയൻ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഹോണസ്റ്റ്ലി പറഞ്ഞ. ലംബാർ ഇവിടെയാണ് വരുന്നത്. പിന്നെ സെർവിക്കലും. ഈ 2 സ്ഥലത്തുമാണ് ബൾജ്, ഒരു ചെറിയൊരു വീക്കം പോലെ കാണുന്നുണ്ട്. There are number of vertebrae that surround it. Vertebrae ഒരുപാട് എണ്ണം സറൗണ്ട് ചെയ്തിട്ട്. There are 2 deep grooves in spinal cord in the middle known as anterior median fissure and posterior median sulcus. 2 മടക്കുകളുണ്ട് സ്പൈനൽ കോഡില്. മിഡിലുള്ള മടക്കിന് പറയുന്ന പേരാണ് ആന്റീരിയർ മീഡിയൻ ഫിഷർ, പിന്നെ പോസ്റ്റീരിയർ മീഡിയൻ സൾസസും. 2 നടുക്കാണ്. 2 പേര് ആന്റീരിയർ മീഡിയൻ ഫിഷറും പോസ്റ്റീരിയർ മീഡിയൻ സൾസസും. ഒന്നുകൂടി പറയാണ്, സ്പൈനൽ കോഡ് ഓവൽ ഷേപ്പ് ആണ്, സിലിണ്ടർ പോലെയാണ്, 45 സെന്റിമീറ്റർ ആണ് നീളം. അത് സ്പൈനൽ കോളത്തിലാണ്, ഡെലിക്കേറ്റ് സ്ട്രക്ചർ ആണ്, ക്രേനിയൽ ബോൾസും വെർട്ടിബ്രേ ആയിട്ട് സറൗണ്ട് ചെയ്തിരിക്കുകയാണ്. പെയർ ഓഫ് സ്പൈനൽ കോഡ് 31 പെയർ പല പല സെക്ഷനിലായിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 2 സ്ഥലത്ത് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്, സെർവിക്കൽ റീജിയനിലും ലംബാർ റീജിയനിലും. അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന വെർട്ടിബ്രേ ആണ്. 2 ഡീപ്പ് ഗ്രൂവ് ഉണ്ട് മിഡില്, ആന്റീരിയർ മീഡിയൻ ഫിഷറും പോസ്റ്റീരിയർ മീഡിയൻ സൾസസും. ഓക്കെ ആണോ? ഓക്കെ ആണോ? സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷനും കൂടെ പഠിച്ചു വെച്ചോളൂണ്ട് കേട്ടോ. ഒക്കെ പറയാനുള്ള നേരമില്ല എനിക്ക്, ഇനി ഡിസോർഡേഴ്സും കൂടെ പറഞ്ഞുതരാൻ. കഴിഞ്ഞിട്ടില്ല, പറഞ്ഞുകൊണ്ടിരിക്കുക. സോറി മാം. കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. നിങ്ങൾ എന്നെ ഇങ്ങനെ വലിയൊരു വിജീവനായിട്ട് കാണണ്ട. ഞാനിപ്പോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആയിരുന്നു കൂടെ കുറച്ച് എന്താ പറയാ, കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നത്. സാധാരണ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വളരെ തമാശയൊക്കെ പറഞ്ഞു. എന്റെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്നതിൽ എനിക്കറിയില്ല. കാരണം നമ്മുടെ കുട്ടികൾ ഒത്തിരി പേര് എഴുതി കഴിഞ്ഞതാണ്. ആരെങ്കിലും ഉണ്ട് എന്റെ മക്കളെ നട്ട വിളിക്കാം. ഞങ്ങള് കളിച്ച് ചിരിച്ച് കുറെ ചളിയൊക്കെ അടിച്ചിട്ടാണ് ക്ലാസ് എടുക്കാറുള്ളത്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ളല്ലേ ഇച്ചിരി കുറച്ച് മാന്യമായിട്ട്. എനിക്ക് അങ്ങനെ വളരെ മസിൽ പിടിച്ചിട്ട് ക്ലാസ് എടുക്കാനൊന്നും അറിയില്ല. ഞാൻ എന്റെ ക്ലാസ് യൂട്യൂബിൽ കണ്ടിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ക്ലാസ് കയറിയപ്പോ മാമായിരുന്നു അത് വിചാരിച്ചു. അപ്പം ഞങ്ങൾ അങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ കുറെ തമാശയും കുറെ കേസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്, മിക്കപ്പോഴും കേസസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ക്ലാസ് ഇങ്ങനെ എടുത്തു പോകാറുള്ളത്. ഓക്കെ, അപ്പോ ഫോർ ബ്രെയിൻ, ബ്രെയിന്റെ 3 പാർട്സ് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഫോർ ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, ഹൈൻഡ് ബ്രെയിൻ ഉണ്ട്. ഒരു മിനിറ്റ്, കുറച്ച് കുറെ നേരം മോളെ, ഞാൻ ഇപ്പൊ ക്ലാസ്സിലാണ്, ഇപ്പൊ കഴിഞ്ഞ ഉടനെ ആഡാക്കി തരാം കേട്ടോ. ഓക്കെ, ഇല്ല ഞാൻ മറന്നിട്ടില്ല, ഞാൻ ആഡാക്കാം കേട്ടോ. ശരി. അപ്പൊ ഫോർ ബ്രെയിനിൽ തന്നെ ഇത് ഞാൻ ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് വരച്ചുതരാം. ഫോർ ബ്രെയിനിൽ തന്നെ എന്തുണ്ട്? 2 പാർട്ട് ഉണ്ട്, ടീലെൻസെഫാലോണും ഡയൻസെഫാലോണും. ടീലെൻസെഫാലോണിൽ സെറിബ്രൽ കോർട്ടെക്സ് ഉണ്ട്, ബേസൽ ഗാംഗ്ലിയ ഉണ്ട്, ലിംബിക് സിസ്റ്റം ഉണ്ട്. മിഡ് ബ്രെയിനിലോ ഡയൻസെഫാലോണിലും ഉണ്ട് 2 തലാമസും ഹൈപ്പോതലാമസും.
പിന്നെ ഫോർ ബ്രെയിൻ മാത്രമാണ് ചോദിച്ചത്. മിഡ് ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിനിൽ ടെക്ടോ ടെക്മെന്റോ ഉണ്ട്. ഹൈൻ ബ്രെയിനില് മീസെൻസെഫാലോണും മൈലെൻസെഫാലോണും മെഡുല ഒബ്ലോങ്കട്ടയുമാണ്. ഒത്തിരി പാർട്സ് ഉണ്ട് കേട്ടോ, ഞാൻ അതൊന്നും ഇപ്പം ഒത്തിരി ആയിട്ട് പറയുന്നില്ല. ഇനി ലോബ്സ് ഓഫ് സെൻട്രൽ സെറിബ്രൽ കോർട്ടെക്സ് ആണ്. 4 ലോബാണ് വരുന്നത്. ഫ്രണ്ടൽ ലോബ് എപ്പോഴും ചോദിച്ച് കാണുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടൽ ലോബ്, അതുപോലെ ടെമ്പോറൽ ലോബ്, പെറൈറ്റൽ ലോബ്, ഒസിപിറ്റൽ ലോബ്. ഇത് 4 ലോബും അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് 4 ലോബ് എന്താന്ന് മാത്രം ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഫ്രണ്ടൽ ലോബാണ്. ഫ്രണ്ടൽ ലോബ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർ പ്രസന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ബ്രെയിൻ. ഇവിടെയാണ് കാണപ്പെടുന്നത്. ദ മോസ്റ്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദി ഫ്രണ്ടൽ ലോബ് ഇസ് നോൺ ആസ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. ഈ ഫ്രണ്ടൽ ലോബിന്റെ ആന്റീരിയർ മുന്നിൽ നിൽക്കുന്ന ഭാഗത്തിന് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നാണ് വിളിക്കാറുള്ളത്. അത് സെൻസറി ഇൻഫർമേഷൻ റിസീവ് ചെയ്യും, എന്നിട്ട് അത് വേരിയസ് പാർട്സിലേക്ക് കൊടുക്കും. ആർക്കൊക്കെയാണ് വേണ്ടത്? ഇപ്പൊ കാഴ്ചയാണെങ്കിൽ കാഴ്ചയുടെ ആൾക്കാർക്ക് കൊടുക്കും, കേൾവിയാണെങ്കിൽ കേൾവിന്റെ ആൾക്കാർക്ക് കൊടുക്കും. It helps to receive sensory information and project it to various parts around it. കണ്ടോ, ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് ബ്രെയിനിൽ കാണപ്പെടുന്നത്. മുൻവശത്ത് അതിന്റെ പ്രീ ഫ്രണ്ടൽ ഭാഗത്താണ് സെൻസറി ഇരിക്കുന്നത്. സെൻസറി എന്താണ്? സെൻസറി ആയിട്ടുള്ള കാര്യങ്ങൾ റിസീവ് ചെയ്യുകയും ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഫ്രണ്ടൽ ലോബ് ആർ റെസ്പോൺസിബിൾ ഫോർ മോട്ടോർ മൂവ്മെന്റ്സ് ആൻഡ് ഫൈൻ മൂവ്മെന്റ്സ്. ഫൈൻ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ബട്ടൺ ഇടുക, ഈ പെൻ ഇങ്ങനെ പിടിക്കുക, ഈ ഫൈൻ മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. ആര്? നമ്മുടെ ഫ്രണ്ടൽ ലോബ്. പോയിന്റ് ഓഫ് ഇങ്ങനെ കൈ ചൂടാന്, അതുപോലെ അതിനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ടൽ ലോബ് ലെഫ്റ്റിലും റൈറ്റിലാണ് നമ്മൾ കാണപ്പെടുന്നത്. ഫ്രണ്ട് ഓഫ് ദി ബ്രെയിൻ. ഫ്രണ്ടൽ ലോബിന്റെ ആന്റീരിയർ പാർട്ടില് ഉള്ള ഭാഗത്ത് എന്താ ചെയ്യുന്നത്? അവർ സെൻസറി ഇൻഫർമേഷൻ സ്വീകരിക്കുകയും അതിന്റെ പല ഭാഗത്തേക്കും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടൽ ലോബ് മോട്ടോർ മൂവ്മെന്റ്സിനും ഫൈൻ മൂവ്മെന്റ്സിനും ഒക്കെ റെസ്പോൺസിബിൾ. ഓക്കെ ആണോ? ഒറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. ഫ്രണ്ടൽ ലോബ് ഇസ് ഓൾസോ ഇൻവോൾവ് ഇൻ ലാംഗ്വേജ് ഫംഗ്ഷൻ. ഇൻ മോസ്റ്റ് കേസസ് ലെഫ്റ്റ് ഫ്രണ്ടൽ ലോബാണ് ലാംഗ്വേജ് ഫംഗ്ഷൻ ചെയ്യാൻ. ഈ ഏരിയനെ വിളിക്കുന്ന പേര് ബ്രോക്കാസ് ഏരിയ എന്നാണ്. ഓക്കെ, ഈ ഏരിയ കണ്ടുപിടിച്ചത് ഫ്രഞ്ച് ഫിസിഷ്യൻ ആയിട്ടുള്ള പോൾ ബ്രോക്കയാണ്. അതുകൊണ്ടാണ് മൂപ്പര പേര് ഇട്ടത്. ഫ്രണ്ടൽ ലോബില് ലാംഗ്വേജ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എവിടെയാണ്? ലെഫ്റ്റ് ഫ്രണ്ടൽ ലോബില്. ആ ഏരിയന്റെ പേരെന്താണ്? ബ്രോക്ക ഏരിയ. എങ്ങനെ ആ പേര് കിട്ടി? പോൾ ബ്രോക്ക എന്ന ആളാണ് ആ പേര് കണ്ടെത്തിയത്. ഇനി ആ ഏരിയക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ ലാംഗ്വേജിന് പറ്റൂല, ഫ്ലുവൻസി ഒക്കെ പോയി പോകും. അങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് ബ്രോക്കാസ് അഫിഷ്യ. എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ കാര്യം ബ്രോക്ക ഏരിയക്ക്, ഫ്രണ്ടൽ ലോബിന്റെ ബ്രോക്ക ഏരിയക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജിലെ ഫ്ലുവൻസിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. ആ രോഗത്തിന് പറയുന്ന പേരാണ് ബ്രോക്ക അഫേഷ്യ എന്ന്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ലോബ്. ഒന്നും അറിയാത്തവർ ഇത്രയും പോയിന്റ്സ് എങ്കിലും എഴുതി വെക്കട്ടോ. രണ്ടാമത്തെ ലോബ് ടെമ്പോറൽ ലോബാണ്. ടെമ്പോറൽ ലോബ്സ് ലൈ ഓൺ ദ ഐദർ സൈഡ് ഓഫ് ദി ബ്രെയിൻ അറ്റ് ദ ടെമ്പിൾസ് ഓഫ് ദി ലാറ്ററൽ സൈഡ്. കണ്ടോ, ഐദർ സൈഡ് ഓഫ് ദി ബ്രെയിൻ, ടെമ്പിൾസ് ഓൺ ദ ലാറ്ററൽ സൈഡിലേക്കാണ് കാണപ്പെടുന്നത് കേട്ടോ. ഈ ലോബിന് എന്ത് പണി എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ദിസ് ലോബ് ഇസ് ഇൻവോൾവ് ഇൻ മോർ കോംപ്ലക്സ് ഫംഗ്ഷൻ, വിഷൻ, മൂവ്മെന്റ്, പെർസെപ്ഷൻ. ഈ ഒരു സാധനം കണ്ട ഇത് എന്താണെന്ന് മനസ്സിലാക്കുക, അതാണ് പെർസെപ്ഷൻ. ഫേഷ്യൽ റെക്കഗ്നിഷൻ, ഒരാളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുക, അതാണ് ഫേഷ്യൽ റെക്കഗ്നിഷൻ. ഇനി ഈ ലോബിന് എന്തെങ്കിലും സംഭവിച്ചാൽ വരുന്ന അവസ്ഥയാണ് ഫ്രണ്ടൽ ലോബ്. ഇമോഷനിലും കൂടി ഇൻവോൾവ് ആട്ടോ. If there is any damage to temporal lobe, it may give rise to hallucination that could be both auditory and visual. നമുക്ക് ഹാലൂസിനേഷൻ സംഭവിക്കാം ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് ഇല്ലാത്തതുള്ളത് തോന്നും, അതാണ് ഹാലൂസിനേഷൻ. ടെമ്പോറൽ ലോബ് ഇമോഷൻസിലും മോട്ടിവേഷണൽ ബിഹേവിയറിലും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഈ ടെമ്പോറൽ ലോബിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു അസുഖമാണ് ക്ലൂവർ ബക്കി സിൻഡ്രം എന്ന് പറയും. ക്ലൂവർ ബക്കി സിൻഡ്രം. അപ്പൊ ടെമ്പോറൽ ലോബ് എന്തിലൊക്കെ ഇൻവോൾവ്? വിഷൻ, മൂവ്മെന്റ്, പെർസെപ്ഷൻ, ഫേഷ്യൽ റെക്കഗ്നിഷൻ, ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ. ഏരിയക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഹാലുസിനേഷൻ വരാം, പിന്നെ ക്ലൂവർ ബക്കി സിൻഡ്രോം വരാം. ഓക്കെ ആണോ? Yes, ma'am. Yes, ma'am.
ഇനിയാണ് പെറൈറ്റൽ ലോബ്. പെറൈറ്റൽ ലോബ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബാക്ക് ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ ആണ്. ടോപ്പിലും ബാക്കിലും ആയിട്ടാണ്. അത് ഒസിപിറ്റൽ ലോബിന്റെയും സെൻട്രൽ സൾസസിന്റെയും നടുക്കായിട്ടാണ് കാണപ്പെടുന്നത്. ദിസ് ലോബ് ഇസ് ഇൻവോൾവ് ഇൻ സെൻസേഷൻ ഓഫ് ടച്ച് സെൻസ് ചെയ്യുക, റിസീവ് ഇൻഫർമേഷൻ ഫ്രം മസിൽ സ്ട്രെച്ച്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. This knowledge of touch and body sensation facilitate in the interpretation of visually and auditory information. ഈ സെൻസ്, ഈ ടച്ചിന്റെ സെൻസേഷൻ വെച്ചിട്ട് നമുക്ക് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇൻഫർമേഷൻ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പറൈറ്റൽ ലോബ് എന്താണ്? എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ടോപ്പ് ആൻഡ് ബാക്ക് ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ. ഈ ഒസിപിറ്റൽ ലോബിന്റെയും സെൻട്രൽ സൾസസിന്റെയും നടുക്ക് സാൻഡ്വിച്ച് പോലെയാണ് കാണപ്പെടുന്നത്. സെൻസേഷൻ ഓഫ് ടച്ചിലാണ് മെയിൻലി ഇൻവോൾവ് ആയിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഒസിപിറ്റൽ ലോബാണ്. ഒസിപിറ്റൽ ലോബ് ബാക്ക് ആൻഡ് ബേസ് ഓഫ് ഈച്ച് സെറിബ്രൽ ഹെമിസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഇത് വിഷ്വൽ ഇൻഫർമേഷൻ റെസ്പോൺസിബിൾ, വിഷ്വലിനാണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. പ്രൈമറി വിഷ്വൽ കോർട്ടക്സ് ആയിട്ടുള്ള ബ്രോഡ്മാൻ ഏരിയ 17 ഒസിപിറ്റൽ കോർട്ടക്സിലാണ്. പെർസീവിംഗ് കോംപ്ലക്സ് വിഷ്വൽ സ്റ്റിമുലൈ, കോംപ്ലക്സ് ആയിട്ടുള്ള വിഷ്വൽ സ്റ്റിമുലൈ ഒക്കെ പ്രോസസ് ചെയ്യുന്നതൊക്കെ ഒസിപിറ്റൽ. ഇനി ഒസിപിറ്റൽ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, വിഷ്വൽ ആണ്. ഇനി ഒസിപിറ്റൽ ലോബിന് എന്തെങ്കിലും സംഭവിച്ചാൽ ലീഡ്സ് ടു പ്രോബ്ലം ഇൻ വിഷൻ വെൻ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ആർ സീൻ. വിഷ്വൽ ഹാലുസിനേഷനോ വിഷ്വൽ അഗ്നോസിയോ ഒക്കെ സംഭവിക്കാം. അപ്പൊ ഒസിപിറ്റൽ ലോബ് എവിടെയാണ്? ബാക്ക് ആൻഡ് ബേസ് ഓഫ് ഈച്ച് സെറിബ്രൽ ഹെമിസ്ഫിയറിലുണ്ട്. ബ്രോഡ്മാൻ ഏരിയ കാണപ്പെടുന്നുണ്ട്. അല്ല, വിഷ്വലിനാണ് കൂടുതലും ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇപ്പോഴും നമ്മുടെ ക്ലാസ്സസ് എത്താത്ത കുറെ കുട്ടികളുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ്സിലൊക്കെ നമ്മുടെ ഫ്രീ ക്ലാസ്, നമ്മൾ ഇനിയും ഒത്തിരി ഫ്രീ ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഗ്രൂപ്പിന്റെ അതുപോലെ സെക്കൻഡ് ഇയറിലേക്കുള്ള പിന്നെ അഡ്മിഷനും നമ്മുടെ ഡിസംബർ അവസാനത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഗ്രൂപ്പിന്റെ ലിങ്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഡിസോർഡേഴ്സ്, ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തും കേട്ടോ. അപ്പൊ ഏകദേശം പാസ്സാവുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഡിസോർഡേഴ്സ് വിത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റം 2 or 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 10 മാർക്കിനാകുമ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണെന്ന് ഒരു 1-2 പോയിന്റ്സ് നിങ്ങൾ എഴുതി വെച്ചോളൂ. അതില് പിന്നെ ബ്രെയിനും സ്പൈനൽ കോഡൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് വരുന്ന ഡിസോർഡേഴ്സ് ആണ്. ഒന്ന് ആൽസിമേഷ്യസ് ഡിസോർഡർ, രണ്ടാമത്തെ പാർക്കിൻസൺ ഡിസോർഡർ, മൂന്നാമത്തെ സ്ട്രോക്ക്, നാലാമത്തത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അഞ്ചാമത്തത് സെറിബ്രൽ പാൾസി, ആറാമത്തത് സിജർ ഡിസോർഡർ, ഏഴാമത്തത് അംനേഷ്യ. ഇത്രയും ഡിസോർഡേഴ്സ് ആണ്. 7 എഴുതണം. 7 എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. മൊത്തം വാരി വലിച്ച് എഴുതണ്ട. 2 to 3, 4 പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെൻഡ് ചെയ്ത് തരാം. ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പിന്നെ ഈ വീഡിയോ ഞാൻ ഒരു 1-2 മണിക്കൂർ കൊണ്ട് അപ്ലോഡ് ചെയ്ത് തരാം. മാക്സിമം നിങ്ങൾ എത്താത്തവർ, കാരണം ഒട്ടും പഠിക്കാതിരിക്കുന്നവർക്ക് പാസ് ആവാനുള്ള വകുപ്പ് ഉണ്ട്. ഓക്കെ, എന്തായാലും പാസ്സാക്കി തരാം. ഓക്കെ, അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഡിസോർഡേഴ്സ് ആണ് കേട്ടോ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കണേ 10 മാർക്കിനാകുമ്പോൾ. ഇനി when the brain is damaged due to stroke or injury, tumor or nutritional problem, it causes various behavioral and cognitive changes. നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും കാരണം കൊണ്ട്, സ്ട്രോക്ക് കൊണ്ടോ, ഈ നോട്ട് ഗ്രൂപ്പിൽ ഇടോന്ന് ചോദിച്ചിട്ടുണ്ട്. വെരി സോറി, ഇത് നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഉണ്ടാക്കിയ നോട്ടാണ്. അത് നമ്മൾ അങ്ങനെ ആപ്പിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് കാണിച്ച് ക്ലാസ് എടുക്കുന്നത് ഒരു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. നമ്മള് പെയ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പൊ അവരെന്നോട് വന്ന് ചോദിക്കില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഇങ്ങനെ നോട്ട് ഉണ്ടാക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇഗ്നോയുടെ നോട്ട് തന്നെയാണിത്. ഞാൻ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്ത് കുറച്ച് കളർഫുൾ ആയിട്ട് നോട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. ഞാൻ ഇഗ്നോയുടെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് സൈക്കോസ്റ്റ് നോട്ട് ഉണ്ടാക്കാറുള്ളത്. എല്ലാ വിഷയങ്ങൾക്കും ഞങ്ങൾ നോട്ട് ഉണ്ട്, എല്ലാ വിഷയങ്ങൾക്കും ഇൻക്ലൂഡിങ് ഇലക്ടീവ്സ്. നമ്മൾ ഷോർട്ട് നോട്ടും ലോങ് നോട്ടും ഒക്കെ കൊടുക്കാറുണ്ട്. ഈ നോട്ട് മാത്രം പഠിച്ചാൽ മതി എന്നാണ് പറയാറുള്ളത്. ഇനി ഭാവിയിൽ സൈക്കോസ്റ്റയിലേക്ക് പിന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇഗ്നോയുടെ മെറ്റീരിയൽ മേടിക്കണ്ട, നിങ്ങൾ ഞങ്ങളുടെ മെറ്റീരിയൽ മാത്രം
നോക്കിയാൽ മതി. അത്രയും വാസ്റ്റ് ആയിട്ടാണ് നമ്മളതുള്ളത്. ഇഗ്നോയുടെ മെറ്റീരിയൽ കാണുമ്പോൾ പലരും പറയാറുണ്ട് പഠിക്കാൻ തോന്നൂല, കാരണം ഒത്തിരി ഇങ്ങനെ കടല് പോലെ കിടക്കാണ്. ആ കടൽ എടുത്തൊരു ബക്കറ്റിലാക്കിയതാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റും മിസ്സായിട്ട്. ഓക്കെ ആണല്ലോ. അപ്പം ബ്രെയിന് സ്ട്രോക്ക് കൊണ്ടോ എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടോ ട്യൂമർ വന്നിട്ടോ എന്തെങ്കിലും ന്യൂട്രീഷൻ പ്രോബ്ലംസ് കൊണ്ടോ ഡാമേജ് ആയാൽ അത് കാരണം ഒത്തിരി ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് ചേഞ്ചസ് വരും. അതിൽ ഫസ്റ്റ് വൺ ആണ് അൾസിമേഷ്യസ് ഡിസീസ്. അത് പറയുമ്പോഴാണ് ഫസ്റ്റ് ചാപ്റ്റർ നോട്ട് ഞാൻ തരാട്ടെ. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിന് എന്തായാലും 10 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യും കേട്ടോ. When there is first one Alzheimer's, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് പേരുള്ള when there is a degeneration process, it destroys many neurons in the brain. ഒരു ഡീജനറേഷൻ പ്രോസസ് നടക്കുമ്പോൾ ബ്രെയിനിലെ ഒത്തിരി ന്യൂറോണുകൾ നശിച്ചു പോകും. This influences the individual's memory, attention and motor responses adversely. അതായത് നമ്മൾ പ്രായമാവുന്നതിനനുസരിച്ചിട്ടും പല കാരണങ്ങൾ കൊണ്ടും ഡീജനറേഷൻ സംഭവിക്കും. അത് കാരണം ഒത്തിരി ന്യൂറോൺസ് നശിച്ചു പോകും. ഈ ന്യൂറോൺസ് നശിച്ചാൽ അത് വ്യക്തിയുടെ മെമ്മറിനെയും അറ്റൻഷനെയും മോട്ടോർ റെസ്പോൺസുകളെയും ഒക്കെ അഡ്വേഴ്സ്ലി ബാധിക്കും. This degenerative disease is known as dementia. ഈ ഡീജനറേറ്റീവ് ഡിസീസിനെ വിളിക്കുന്ന പേരാണ് ഡിമെൻഷ്യ. Alzheimer's disease is most common cause of dementia. Alzheimer's ഡിമെൻഷ്യയുടെ ഒരു മോസ്റ്റ് കോമൺ കോഴ്സ് ആണ്, കാരണമാണ്. ഇവിടെ the causes identified as mostly genetic. People suffering from this have difficulty in memory, remembering names, people, places, and have a very short attention span. അപ്പൊ അൾസിമേഴ്സ് ഡിസീസസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നോക്കിക്കേ. ഈ അൾസിമേഴ്സ് ഉണ്ടാവുന്നവർക്ക് എന്തൊക്കെയാ പ്രശ്നം? മെമ്മറിയിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവും, പേരുകൾ ഓർക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും. മൈ ഗ്രാൻഡ് മദർ ഇസ് സഫറിംഗ് ഫ്രം അൾസിമേഴ്സ്. ചിലപ്പോൾ ഞങ്ങളുടെ ആദ്യം പേര് ഓർമ്മയുണ്ടാവും, ഞങ്ങൾ ഓർമ്മയുണ്ടാവും, പക്ഷെ പേര് വെച്ച് ഞങ്ങൾ തന്നെ പോയി ചോദിക്കുമ്പോൾ ഞാൻ ആരാ ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ മോളോ കുഞ്ഞിന്റെ പേരക്കുട്ടിന്റെ പിന്നെ പെണ്ണുങ്ങളാണ്, ഭാര്യയാണെന്ന്, പെണ്ണുങ്ങളാണ്, പേര് എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയും. അതാണ് അവസ്ഥ. അപ്പം പേര് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആളുകളെ, പ്ലേസസ്, ഒരു വെരി ഷോർട്ട് അറ്റൻഷൻ. പിന്നെ ഇത് എന്താണ് പ്രോഗ്രസീവ് ഡിസീസ് ആട്ടോ. ഇങ്ങനെ തുടക്കത്തിൽ വളരെ കുറവായിരിക്കും, പിന്നെ പിന്നെ ഇങ്ങനെ പോയി അവസാനം ആരും ഓർമ്മയില്ലാത്ത രീതിയിലായിട്ട് മരണപ്പെടുകയാണ് ചെയ്യാറ് ഉള്ളത്. അപ്പൊ അൾസിമേഴ്സ് എന്താണ്? ഒരു ഡീജനറേഷൻ സംഭവിക്കുമ്പോൾ ന്യൂറോൺസ് നശിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ്. മെമ്മറിയും അറ്റൻഷനും മോട്ടോർ റെസ്പോൺസും ഒക്കെ പോവും. ഡിമെൻഷ്യ എന്നാണ്. ഡിമെൻഷ്യയുടെ ഒരു മോസ്റ്റ് മേജർ കോസ് ആണ് അൾസിമേഴ്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്താണ് പാർക്കിൻസൺ ഡിസീസ്. പാർക്കിൻസൺ മെയിൻ ആയിട്ടും കൺട്രോൾ ഉണ്ടാവില്ല, വേറെയാണ് മെയിൻ ആയിട്ട്. പാവം തോന്നുന്നുണ്ട് പാർക്കിൻസൺസ് ഉള്ളവർക്ക്. ഇത് ജനറ്റിക് തന്നെയാണ്. ഇറ്റ് ഇസ് എ മൂവ്മെന്റ് ഡിസോർഡർ ആണ്. മോർ പ്രിവലന്റ് ഇൻ മെയിൻസ് ആൻഡ് ഓൺസെറ്റ് ഇസ് മിഡിൽ ആൻഡ് ഓൾഡ് ഏജ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആണുങ്ങളിലാണ്. മിഡിൽ ഏജിലോ ഓൾഡ് ഏജിലോ ആണ് ഓൺസെറ്റ് തുടങ്ങുക. ഓക്കെ. ദ മോസ്റ്റ് കോമൺ സിംറ്റം ഓഫ് ട്രെമർ ഡ്യൂറിങ് ഇനാക്ടിവിറ്റി. ആക്റ്റീവ് ആതിരിക്കുമ്പോഴും ട്രെമർ, വിറയൽ. ബട്ട് നോട്ട് ഡ്യൂറിങ് വളണ്ടറി മൂവ്മെന്റ്സ് ഓർ സ്ലീപ്പിംഗ്. വളണ്ടറി മൂവ്മെന്റ്സ്, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് മൂവ്മെന്റ് ചെയ്യുമ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവില്ല, ഉറങ്ങുമ്പോഴും പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ വിറച്ചോണ്ടിരിക്കും. അതാണ് മോസ്റ്റ് കോമൺ സിംറ്റം ഓഫ് പാർക്കിൻസൺ. ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്. കോഗ്നിഷനിലും ബുദ്ധിമുട്ട് വരും. ഇതാണ് പാർക്കിൻസൺ. മൂവ്മെന്റ് ഡിസോർഡർ ആണ്. ആണുങ്ങളിലാണ് ഒത്തിരി കാണപ്പെടുന്നത്. മിഡിൽ ആൻഡ് ഓൾഡ് ഏജിലാണ് ഇത് തുടങ്ങുക. ഇനാക്റ്റീവ് ആയിരിക്കുമ്പം വിറച്ചോണ്ടിരിക്കുന്നതാണ് മോസ്റ്റ് കോമൺ സിംറ്റം. പക്ഷെ അറിഞ്ഞോണ്ടുള്ള മൂവ്മെന്റ് ചെയ്യുമ്പോഴോ ഉറക്കത്തിലോ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സും ഉണ്ടാവും. ഓക്കെ ആണോ? മൂന്നാമത്താണ് സ്ട്രോക്ക്. Sometimes an injury or a disease may destroy the tissue of brain and neurons involved in motor movements. കണ്ടോ? ഒരു ഇഞ്ചുറിയോ ഡിസീസസോ കാരണം എന്ത് സംഭവിക്കാം? ടിഷ്യൂ നശിച്ചു പോകും. ഒരു ഇഞ്ചുറിയോ ഡിസീസോ എന്തെങ്കിലും കാര്യം ബ്രെയിനിലെ ടിഷ്യൂ നശിച്ചു പോവാം. മോട്ടോർ മൂവ്മെന്റിന്റെ കേട്ടോ. അപ്പോഴാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് മേ ബി കോസ് ബിക്കോസ് ഓഫ് സെറിബ്രൽ ഹെമറേജ്. ബ്ലീഡിങ്, ബ്രെയിനിൽ ബ്ലീഡിങ് കാരണം സ്ട്രോക്ക് വരാം. അല്ലെങ്കിൽ സെറിബ്രൽ ഇസ്കീമിയ, ഇൻട്രപ്ഷൻ ഇൻ ബ്ലഡ് സപ്ലൈ എന്തെങ്കിലും തടഞ്ഞു പോവാം, അത് കാരണം സ്ട്രോക്ക് വരാം. അപ്പൊ ഇഞ്ചുറി ഡിസീസ് കാരണം ടിഷ്യൂ നശിച്ചു പോകുന്ന അവസ്ഥയും സ്ട്രോക്ക് ആണ്. ഇത് കൂടാതെ 2 കാരണങ്ങൾ കൊണ്ട് സ്ട്രോക്ക് ഉണ്ടാവാം. ഒന്ന്, ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടാവാം, അതാണ് സെറിബ്രൽ ഹെമറേജ്. രണ്ടാമത്തത്, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈക്ക് എന്തെങ്കിലും ഇൻട്രപ്ഷൻ സംഭവിക്കും, അതാണ്
സെറിബ്രൽ ഇസ്കീമിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാം പറഞ്ഞു പോകണ്ടല്ലോ, 1-2 പോയിന്റ്സ് പറഞ്ഞു പോവാണ് കേട്ടോ. ഇനി അടുത്തതാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ആൻഡ് പ്രോഗ്രസീവ് ഡിസോർഡർ. പത്ത് കൂടി വേണം. പ്രോഗ്രസീവ് ഡിസോർഡർ ദാറ്റ് അറ്റാക്ക് ദ മൈലിൻ ഷീത്ത്. നമ്മുടെ ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ന്യൂറോണിന്റെ ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കവറാണ് മൈലിൻ ഷീത്ത്. ഈ മൈലിൻ ഷീത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ആൻഡ് പ്രോഗ്രസീവ് ഡിസോർഡർ ആണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അതായത് മൈലിൻ ഷീത്ത്, the protective cover of the axon of central nervous system. The usual onset of the disease is during young age ലെ സംഭവിക്കാം. ഇനി ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉള്ളവർക്കുള്ള കോമൺ സിംറ്റം വിഷ്വൽ ഡിസ്റ്റർബൻസ്, കാഴ്ചയിൽ പ്രശ്നം ഉണ്ടാവും, മസ്കുലാർ വീക്ക്നെസ്, ട്രെമർ, അറ്റാക്ഷ്യ. ഇത്രയും പ്രശ്നങ്ങളാണ് അവർക്ക്. ഓക്കെ ആണോ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്? അടുത്തതാണ് സെറിബ്രൽ പാൾസി. This is a common disease that occurs during childhood when there is a damage to brain tissue due to infection, trauma, or reduced oxygen supply at birth. ഈ ബർത്തിന്റെ സമയത്ത് പ്രസവിച്ച ഉടനെ കുഞ്ഞ് കരയാതിരിക്കുമ്പോഴൊക്കെ ഓക്സിജൻ ബ്രെയിനിലേക്ക് എത്തൂല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് സംഭവിക്കുന്ന ഒരവസ്ഥയാണ് CP അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളിലാട്ടോ, ചൈൽഡ്ഹുഡ് ഡിസോർഡർ ആണ്. ദിസ് കോഴ്സസ് പെർമനന്റ് ഡാമേജ് ടു മൂവ്മെന്റ് ഓഫ് ബോഡി മസിൽസ്. കുട്ടിക്ക് മൂവ്മെന്റിൽ പെർമനന്റ് ഡാമേജ്, കുട്ടി പിന്നെ വീൽ ചെയറിലൊക്കെ ആയിപ്പോകും. ദ വളണ്ടറി മസിൽ കൺട്രോൾ ഇസ് ഇംപയർഡ്. നമുക്ക് വളണ്ടറി ആയിട്ട് നമ്മളായിട്ട് മസിൽ കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. ആൻഡ് കോഴ്സസ് സ്പാറ്റിക് പാരാലിസിസ്, ഒരു പാരാലിസിസ്, ബെഡ് റിഡൻ, കുഴഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. മിക്കവാറും വൺ സൈഡ് ഓഫ് ദി ബോഡിക്ക്. ഇനി സിജർ ഡിസോർഡർ ആണ്, ചുഴലി അല്ലെങ്കിൽ അപസ്മാരം എന്നൊക്കെ പറയുന്നുണ്ട്. സിജർ, അപസ്മാരത്തിന് എപ്പിലെപ്സി എന്ന് പറയുന്നത്, ചുഴലി എന്നൊക്കെയുള്ള. This is characterized by sudden burst of seizure that cause a temporary change in the functioning of brain, such as changes in consciousness, motor control and muscle contraction. ടെമ്പററി ആയിട്ട് ബോധത്തിനെ ബാധിക്കാം, മോട്ടോർ കൺട്രോളിനെ ബാധിക്കാം, അതുപോലെ മസിൽ കൺട്രാക്ഷനൊക്കെ ബാധിക്കാം. എപ്പിലെപ്സി സിജറിന് ഒരു എക്സാമ്പിൾ ആണ്. എപ്പിലെപ്സി ആണ് അപസ്മാരം. ഇനി ലാസ്റ്റ് ഡിസോർഡർ ആണ് അംനേഷ്യ. Amnesia is a major loss of memory while other mental functioning are working. ബാക്കിയെല്ലാം വർക്ക് ചെയ്യും. അൾസിമേഷ്യസിൽ ബാക്കിയും വർക്ക് ചെയ്യില്ല, പക്ഷെ ഇവിടെ ബാക്കിയെല്ലാ മെന്റൽ ഫങ്ഷനിങ്ങും വർക്ക് ചെയ്യും. മെമ്മറി മാത്രം ലോസ് ആയി പോകുന്ന അവസ്ഥയാണ് അംനേഷ്യ. This cause can be infection കാരണം, സ്ട്രോക്ക് കാരണം, ട്യൂമർ കാരണം, ഡ്രഗ് ഉപയോഗിച്ചിട്ട്, ഓക്സിജൻ ലോസ്, എപ്പിലെപ്സി ആൻഡ് അൾസിമേഷൻ ഡിസീസ് ഒക്കെ കാരണം സംഭവിക്കാം. Amnesia can also be psychogenic resulting from trauma or hypnotic suggestion. ഈ ഹിപ്നോട്ടിക്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ട്രോമയിൽ കൂടിയൊക്കെയും അംനേഷ്യ. ബാക്കിയൊക്കെ വർക്ക് ചെയ്യാ, ഓർമ്മ മാത്രം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയ്ക്കാണ് അംനേഷ്യ എന്ന്. ഓക്കെ ആണോ? ഇനി അംനേഷ്യ 2 ടൈപ്പ് ഉണ്ട്. ആൻഡ്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുന്നത് ഫസ്റ്റ് പോസ്റ്റ് ഡാമേജ് മെമ്മറി. ആൻഡ്രോഗ്രേഡ് എന്ന് പറഞ്ഞാല് പുതിയ മെമ്മറി എന്താണ്, പോസ്റ്റ് ഡാമേജ് മെമ്മറിയാണ്. അതായത് ഈ അപകടം സംഭവിച്ചതിന് മുന്നത്തെ മെമ്മറി ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ. അതാണ് ആൻഡ്രോഗ്രേഡ്. റെട്രോഗ്രേഡോ റെഫേഴ്സ് ടു മെമ്മറി ലോസ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഡാമേജ്. ഇപ്പൊ ഞാനൊരു 2 സിനിമ പറഞ്ഞുതരാം. മുംബൈ പോലീസില് പൃഥ്വിരാജിന് പണ്ടത്തൊന്നും ഓർമ്മയില്ല. അദ്ദേഹത്തിന് റെട്രോഗ്രേഡ് ആണെന്ന് നമുക്ക് പറയാം. ഓർമ്മയുണ്ടോ ഈ മുഖം എന്നുള്ള സിനിമയുണ്ട്. നമിത പ്രമോദും വിനീത് ശ്രീനിവാസനും അഭിനയിച്ചതാണ്. അവർക്ക് ആ ആക്സിഡന്റിന് ശേഷമുള്ളതൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ആൻഡ്രോഗ്രേഡ്. ഓക്കെ ആണോ? അപ്പൊ പാസ്സാവാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട്. അപ്പൊ 10 മാർക്ക് ഞാൻ ഷുവർ ആക്കി തന്നു. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ അറിയുന്നിടത്തോളം. ഇതൊക്കെ ഞാൻ ഒത്തിരി വിശദമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, വലിയ ഇതാക്കിയിട്ടല്ല. എന്നാലും ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. ലാറ്ററലൈസേഷൻ, സ്പ്ലിറ്റ് ബ്രെയിൻ ഒന്നും ഒറ്റ അടിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അങ്ങനെ ഇങ്ങനെ വലിച്ചത് കയറ്റി പറയണം, ഒത്തിരി സമയം എടുക്കും. നമുക്ക് ഒത്തിരി ഒന്നും നോക്കാനും പറ്റത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം ക്ലാസ്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അടുത്ത വർഷത്തേക്ക് സൈക്കോളജിയോടൊപ്പം രസകരമായി ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിന്റെ കൂടെ
പഠിച്ചു പോകാൻ താല്പര്യമുള്ളവർക്ക് എന്റെ കൂടെ കൂടാം. എല്ലാ സബ്ജക്റ്റും ഞാൻ തന്നെയാട്ടോ കൈകാര്യം ചെയ്യുന്നത്. സൈബസിൽ വരെ ടീച്ചേഴ്സ് ഒന്നുമില്ല. ഇലക്ടീവ് ഉൾപ്പെടെ എല്ലാ സബ്ജക്ട്സും ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. മാം ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. നമ്മള് ഇപ്പൊ 10 മാർക്സിനൊക്കെ വരുമ്പോ ബാക്കിയുള്ള സൈക്കോളജി സബ്ജക്റ്റ് ഒക്കെ ഇങ്ങനെ വാരി വലിച്ച് എഴുതണമല്ലോ, പേജസ് നോക്കണമല്ലോ, പേജസ് 3 pages ഒക്കെ എഴുതേണ്ടി വരുമല്ലോ. 10 മാർക്സിന് മാക്സിമം 4 side to 5 side ആണ്. ഞാൻ എന്റെ ബയോസൈക്കോളജി പേപ്പർ ഇട്ട് തരാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പം ഞാൻ എങ്ങനെ സൈഡ് ഹെഡിങ് ഒക്കെ എടുത്ത് വരച്ചു, മെയിൻ പോയിന്റ്സ് ഒക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എഴുതാറുള്ളത്. അപ്പൊ അതുപോലെയൊക്കെ എഴുതാൻ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ കേട്ടോ. പോയിന്റ്സ് മാത്രം എഴുതി കൊടുത്താൽ പോയിന്റ്സ് ആക്കി എഴുതിയാൽ മതി. ഞാൻ പോയിന്റ്സ് ആക്കി എഴുതാൻ തന്നെ. അപ്പൊ കാണുന്ന ടീച്ചേഴ്സ് ഇംപ്രസ്ഡ് ആവും. എന്റെ ആൻസർ ഷീറ്റ് ഒന്ന് കണ്ടോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലത്തെ ഈ പിന്നെ വിഷയങ്ങളൊക്കെ, ഈ ഒരു ടോപ്പിക്സ് ഒക്കെ വരുന്ന എക്സാം ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. മാം അത് ഗ്രൂപ്പിലൊന്ന് അപ്പോ എനിക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ വിടുന്നുണ്ട്. ക്ലാസ് ഇഷ്ടമായെന്നുള്ള വെരി ഹാപ്പി. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തരാം. അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി മനസ്സിലാവല്ലോ. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. മറ്റൊരു ഫ്രീ ക്ലാസ്സുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതൊരു ഇറ്റ്സ് മീ Abdul Nafi signing off. Bye and take care and all the very best for your exams. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.